സോക്സ് നമ്മൾ പൊതുവെ കാലയിടാൻ മാത്രമാണ് ഉപയോഗിക്കാറ്. പക്ഷേ നിങ്ങൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് കഴിയും. ഇനി നമ്മുടെ കയ്യിലുള്ള പഴയ സോക്സൊക്കെ തൂക്കി പുറത്ത് കളയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോഴേ നമ്മൾ ഇന്ന് പഴയ കുറേ സോക്സ് വെച്ചിട്ടുള്ള ടിപ്പുകളാണ് കാണിക്കുന്നത്. കീറിയതും പേരില്ലാത്തതുമായിട്ടുള്ള കുറച്ച് സോക്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് 2 വീലർ ഓടിക്കുന്നവരുടെ കയ്യിൽ കാണുന്ന സണ്ടാൻ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സോക്സ് എടുത്ത് അതിൻ്റെ വിരലിൻ്റെ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് കൈ ഇതിലൊന്ന് ഇട്ട് നോക്കിയിട്ട് തള്ളവിരൽ വരുന്ന ആ ഒരു ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷോപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ കയ്യിൽ മൊത്തമായിട്ട് കവർ ചെയ്ത് വരുന്ന ഹാൻഡ് ഗ്ലൗസുകൾ കിട്ടാറുണ്ട്. പക്ഷേ അത്യാവശ്യം നമുക്ക് ഇതുപോലെ കുറച്ച് നല്ല സോക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൺടാൻ ഒഴിവാക്കാനായിട്ട് ഗ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നവർക്ക് കയ്യിലുണ്ടാകുന്ന പെരുപ്പും മരവിപ്പും ഒക്കെ ഒഴിവാക്കാനായിട്ടും കൈക്ക് ചൂട് കിട്ടാനായിട്ടും ഒക്കെ ഇതുപോലെ സോക്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഹാൻഡ് ഗ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ടിപ്പ്, നമുക്ക് എല്ലാ ദിവസവും വീട് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കാനായിട്ട് കഴിയാറില്ല. അങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഒരു സോക്സ് എടുത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചൂലിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ സോക്സ് ഊരിപ്പോകാതിരിക്കാനായിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് വെച്ച് നല്ല പോലെ ടൈറ്റായിട്ട് കെട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചൂല് ഉപയോഗിച്ചിട്ട് അടിച്ചു വാരുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമ്മുടെ മുറികളൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും. ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഒട്ടും തന്നെ ഡസ്റ്റ് പറക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ചൂലിൻ്റെ അറ്റത്ത് വരുന്ന മുടി വൃത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഇതുപോലെ പഴയ ഒരു സോക്സ് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് 2-3 തുള്ളി ഡെറ്റോളും കൂടെ ഒഴിച്ചിട്ട് ഒരു സോക്സ് എടുത്ത് അതിൽ നല്ല പോലെ മുക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു സോക്സ് നമ്മൾ ചൂലിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കൈ എത്തി തുടയ്ക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണ്. മോപ്പ് കൊണ്ട് പോലും തുടയ്ക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് കട്ടിലിൻ്റെ അടിയിൽ, സോഫയുടെ കീഴിലൊക്കെ ഇതുപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് നല്ല പോലെ തുടച്ചെടുക്കാനായിട്ട് കഴിയും. അടുത്ത ടിപ്പ്, മഴക്കാലത്ത് നമ്മൾ കുട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നനഞ്ഞ കുട തിരിച്ച് ബാഗിലേക്ക് വെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു സോക്സിലേക്ക് നനഞ്ഞ കുട നല്ലതുപോലെ കവർ ചെയ്തിട്ട് ബാഗിൽ വെക്കുകയാണെങ്കിൽ ബാഗ് നനയത്തില്ല. അതുപോലെ തന്നെ ഒതുങ്ങിയിരുന്നോളും. ഇനി നിങ്ങൾക്ക് ബാഗിൽ വെക്കണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലും ഇതുപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാവുന്നതാണ്. ഇനി നമ്മളൊരു പഴയ സോക്സ് എടുത്തിട്ട് 2ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു നടുക്ക് വെച്ചാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഈ 2 ഭാഗം കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. ആദ്യം നമ്മൾ എടുക്കുന്നത് വിരലുകൾ ഇടുന്ന ഈ ഒരു വശം ഉണ്ടല്ലോ, ഇതാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തുണി കഴുകുന്ന ബ്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷർട്ടൊക്കെ കഴുകുകയാണെങ്കിൽ പ്രത്യേകിച്ചും കോളറിൻ്റെ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് അഴുക്കുണ്ടാകാറുണ്ട്. അതൊക്കെ ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകുമ്പം ആ ഒരു ഭാഗം ഫെയ്ഡ് ആവാറുണ്ടല്ലോ. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ സോക്സിനുള്ളിലേക്ക് നമുക്ക് ഒരു ബ്രഷ് ഇട്ട് കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ ആ ഒരു കോളറിൻ്റെ ഭാഗത്തെ തുണി മുറിഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ ആ ഒരു ഭാഗം ഫെയ്ഡ് ആവത്തുമില്ല. ഷർട്ട് മാത്രമല്ല കേട്ടോ, ഇതുപോലെ സ്റ്റോൺ വർക്കുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ പട്ടിൻ്റെ സോഫ്റ്റ് ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഈട് നിൽക്കും. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത സോക്സിൻ്റെ ബാക്കി ഭാഗമുണ്ടല്ലോ, ഇത് ഞാനൊരു എണ്ണക്കുപ്പിയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന എണ്ണക്കുപ്പിയുടെ പുറത്ത് ഒരു എണ്ണമെഴുക്കുണ്ടാകാറുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ കൈ തെന്നി താഴെ പോകാതിരിക്കാനായിട്ട് ഇതുപോലൊരു പീസ് സോക്സ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അടുത്ത ടിപ്പ്, നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ സോപ്പിൻ്റെ പീസുകൾ ഉണ്ടാകാറുണ്ട്. പൊതുവേ നമ്മളിത് കളയാറാണ് പതിവ്. പക്ഷേ ഇതുപോലൊരു സോക്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് ഉപയോഗിച്ച് നമുക്ക് കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ഈസി ആയിട്ട് കഴുകിയെടുക്കാനായിട്ട് കഴിയും. കയ്യിൽ പിടിക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് കളയുന്നത്. പക്ഷേ ഇതുപോലൊരു സോക്സിനുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാം. അടുത്ത ടിപ്പ്, പാത്രം കഴുകുന്ന സോപ്പ് പലർക്കും അലർജിയാണ്. അങ്ങനെയുള്ളവർക്ക് സോപ്പ് ഒരു സോക്സിനുള്ളിൽ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ ഒരു പരിധി വരെ അലർജി ഒഴിവാക്കാനായിട്ട് കഴിയും. സോക്സിനുള്ളിലിട്ട് ഉപയോഗിക്കുമ്പം സോപ്പ് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുന്നില്ല. മാത്രമല്ല ഇതുപോലെയുള്ള സിറാമിക്കിൻ്റെയും ഗ്ലാസിൻ്റെയൊക്കെ പാത്രങ്ങളിൽ പോറൽ വരാതിരിക്കാനും നമുക്ക് ഈ ഒരു രീതിയിൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് നമുക്ക് ബാത്റൂമിലും ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചയും ചകിരിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം സോപ്പ് നമുക്ക് ഇതുപോലൊരു സോക്സിനുള്ളിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ റാഷസുകളൊക്കെ ഒഴിവാക്കാം. ഓരോ പ്രാവശ്യവും ഉപയോഗിച്ചതിന് ശേഷം സോക്സ് കഴുകി ഉണക്കിയെടുക്കാനായിട്ട് മറക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകും.
അടുത്ത ടിപ്പ്, നമ്മുടെ എല്ലാം കയ്യിൽ ഇതുപോലെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത ചെരുപ്പുകൾ ഉണ്ടാകാറുണ്ടല്ലേ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല, വല്ല ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോൺ വർക്കും ഭംഗിയുമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇതുപോലൊരു സോക്സിനുള്ളിലാക്കി കവർ ചെയ്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ലെതറിൻ്റെ ചെരുപ്പുകളാണെങ്കിൽ സോക്സിനുള്ളിലേക്ക് 1-2 വെളുത്തുള്ളി കൂടി ഇട്ട് വെച്ചോളൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള ചെരുപ്പുകൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വില കൂടിയ ചെരുപ്പുകളൊക്കെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അടുത്ത ടിപ്പ് നോക്കാം. ഇപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളം ചൂടുവെള്ളം കുടിക്കാനായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എല്ലാവരുടെ കയ്യിലും ഇപ്പം ഫ്ലാസ്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിലേക്ക് നല്ലപോലെ ചൂടുവെള്ളം എടുത്തിട്ട് ഒരു സോക്സ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ഏറെ സമയം ആ ഒരു ചൂട് നഷ്ടപ്പെടത്തില്ല. യാത്രയൊക്കെ പോകുന്നവർക്ക് ഇതുപോലെ ചൂടുവെള്ളം കൊണ്ടുപോകാവുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലെ സ്റ്റോൺ വർക്കുള്ള വളകൾ അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ല ശ്രദ്ധയോട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നിറം മങ്ങിപ്പോവും, അല്ലെങ്കിൽ ആ സ്റ്റോണൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ ഒരു സോക്സിലാക്കി കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നിറം മങ്ങിപ്പോകത്തില്ല. അതുപോലെ തന്നെ സ്റ്റോണുകൾ പരസ്പരം ഉരഞ്ഞിട്ടുണ്ടാകുന്ന സ്ക്രാച്ചസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഒരു സോക്സിൽ തന്നെ ഒന്നിലധികം ആഭരണങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇതെൻ്റെ മോളുടെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് വെക്കുന്ന ബോക്സാണ്. ഞാൻ ഇതിനുള്ളിൽ ഇങ്ങനെയാണ് ഓർണമെൻറ്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വില കൂടിയ ഓർണമെൻറ്റ്സുകളൊക്കെ ഈ ഒരു രീതിയിൽ സോക്സിൽ കവർ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഓരോ ഓർണമെൻറ്റ്സുകളും സെഗ്മെൻറ്റുകളായിട്ടാണ് ഞാൻ വെക്കുന്നത്. തലയിൽ വെക്കുന്നത് പ്രത്യേകം, ബാംഗിൾസുകൾ പ്രത്യേകം, അതുപോലെ തന്നെ മാലകൾ പ്രത്യേകം, അങ്ങനെ ഓരോന്നും പ്രത്യേകമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത ടിപ്പ്, നമ്മൾ പൊതുവേ പുറത്തു പോകുന്ന സമയത്ത് മൊബൈൽ ബാഗിനുള്ളിലായിരിക്കും വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പം മൊബൈലിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ചസ് വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു സോക്സിനുള്ളിലാക്കി കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു മൊബൈൽ സ്ക്രീനിൽ സ്ക്രാച്ചസ് വരത്തില്ല. എൻ്റെയൊക്കെ ഹാൻഡ് ബാഗ് തുറന്ന് നോക്കിയാൽ കീ ഉൾപ്പെടെ ഒട്ടുമിക്ക ലൊട്ടിലൊടുക്ക് സാധനങ്ങളും ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ മൊബൈൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ മിക്ക സമയത്തും മൊബൈലിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ചസ് വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് പൊതുവേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത ടിപ്പ്, നമ്മുടെയൊക്കെ വീട്ടിൽ കൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. വിൻഡോയുടെ സൈഡുകൾ, ക്ലോസറ്റിൻ്റെ സൈഡുകൾ, അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ വിടവുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് വീഡിയോയിൽ കണ്ടതുപോലെ ഒരു സോക്സിലേക്ക് ഉപയോഗിക്കാത്ത ഒരു ചീപ്പിട്ട് കവർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പ്, എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിലെ മിറർ ക്ലീൻ ആവുന്നില്ലേ, ഇതുപോലൊരു സോക്സ് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏത് ലിക്വിഡ് ഉപയോഗിച്ചാണോ നിങ്ങൾ മിറർ ക്ലീൻ ചെയ്യുന്നത് അതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. മിറർ മാത്രമല്ല, ഡോറിൻ്റെ വിടവുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.